ഓ, എന്താ ഇത്? വെണ്ണക്കട്ടിയോ? നിന്നെ പകൽ വെളിച്ചത്തിൽ ഞാൻ ആദ്യമായിട്ടാ പെണ്ണെ കാണുന്നേ. ആർത്തിയോടെ അവളിലേക്ക് ചേർന്നു അവൻ. അവൾക്കത് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒത്തുചേരലായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ പ്രണയപൂർവ്വം അവൾ അവനോട് ചേർന്നു. അവൻ്റെ നഗ്നമായ മാറിൽ മുഖമിട്ടൊരുസുമ്പോൾ മറ്റൊന്നും അവൾ ഓർത്തില്ല. അവൾക്ക് മറ്റൊന്നും അറിയണ്ടായിരുന്നു. താൻ തൻ്റെ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അതിയായ ആനന്ദത്താൽ അവൾ കുറുകി പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ മടക്കുകളിലും വിയർപ്പ് പൊടിയാൻ തുടങ്ങി. തളരാത്ത കുതിരയെപ്പോലെ അവൻ അവളിൽ മുങ്ങി ഉയർന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ പലതവണ സുഖത്തിൻ്റെ പാരമ്യതയിലെത്തുമ്പോഴുള്ള നിലവിളി ഉയർന്നു കേട്ടു. ഒടുവിൽ നടു വളച്ചു കുത്തി അവൾ കൂവി, വയ്യ, ഇനി വയ്യ, ഹാ. അവനും ഒരടുക്കലോടെ അവളിലേക്ക് തടർന്നു വീണു. ഒരു നിമിഷത്തിനപ്പുറം ഗിരീഷ് തൻ്റെ അടുത്തു തന്നെ നോക്കിക്കിടക്കുന്ന, ചെറുചിരിയോടെ തന്നെ നോക്കിക്കിടക്കുന്ന തൻ്റെ പ്രിയതമയെ നോക്കി. എന്നിട്ട് തന്നിലേക്ക് പിടിച്ചടുപ്പിച്ചു. ഇനി ആർക്കും പിരിക്കാനാവില്ല എന്ന നിശ്ചയത്തോടെ അവർ ഇങ്ങനെ കിടന്നു. ഏട്ടാ. ഗിരീഷ് ഉണർന്നത് രാഖിയുടെ തട്ടിയുള്ള വിളി കേട്ടാണ്. ഉറങ്ങാനാണോ ഇത്രടം വരെ വന്നേ? കള്ളച്ചിരിയോടെ പെണ്ണ് അടുത്തിരിക്കുകയാണ്. നീ എന്താ ഇപ്പോഴേ റെഡിയായോ? ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് ഗിരീഷ് ചോദിച്ചു. ഇല്ല, എന്തേ? ഓ, ഡ്രസ്സോ? വേറൊന്നും വാങ്ങിയില്ലല്ലോ, ഐ മീൻ നൈറ്റി ഒന്നും. അതുകൊണ്ട് ഈ ടോപ്പങ്ങിട്ടു. പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് രാഖി അവൻ നോക്കി. ശരിയായി പാൻറ് ഇട്ടിട്ടില്ല പെണ്ണ്. സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള ചുരിദാർ ടോപ്പിൻ്റെ വിടവിലൂടെ അവളുടെ കൊഴുത്ത തുടകൾ കാണാം. അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. അവൾ ബാത്റൂമിലേക്ക് കയറി. ഞാൻ മേലെ എഴുതി വരാം, ഞാനും വരട്ടെ? കള്ളച്ചിരിയോടെയാണ് ഗിരീഷ് ഇത്തവണയും ചോദിച്ചത്. ബാത്റൂമിൻ്റെ പാത തുറന്ന വാതിൽ പിടിച്ചുകൊണ്ട് രാഖി വായെന്ന് തലയാട്ടി. അത് കണ്ടതും ഗിരീഷ് കിട്ടിയൊരു ടവൽ വാരി ചുറ്റി പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടിയിറങ്ങി. അവൻ ബാത്റൂമിലേക്ക് കയറിയപ്പോഴേക്കും അവൾ ടോപ്പ് ഊരി മാറ്റി ഒരു ടവൽ എടുത്തിരുന്നു. ഷവർ ഓൺ ചെയ്ത് രാഖി അവനെ നോക്കി. വെള്ളം വീണ് നനഞ്ഞ ടവലിനുള്ളിൽ അവളുടെ മുഴുത്ത അവയവങ്ങൾ തെറിച്ചു നിൽക്കുന്നു. നനഞ്ഞൊട്ടിയ ടവൽ അഴിക്കാൻ അവനൊരു ശ്രമം നടത്തി. പക്ഷെ അവൾ തടഞ്ഞു. എന്നിട്ട് അവനെ പിടിച്ച് ഷവറിൻ്റെ കീഴിലേക്ക് നീങ്ങി നിന്നു. വെള്ളത്തുള്ളികൾക്കിടയിലൂടെ ആ ശരീരങ്ങൾ അടുത്തു. തണുത്ത വെള്ളം ശരീരം മുഴുവൻ വീണിട്ടും അവർ രണ്ടും ചൂട് പിടിക്കുകയായിരുന്നു. ഒരു കൈകൊണ്ട് സോപ്പെടുത്തവൻ അവളുടെ ശരീരത്തിലൂടെ പതപ്പിക്കാൻ തുടങ്ങി. സോപ്പ് പതയുടെ തെന്നലിൽ അവർ പരസ്പരം ഒട്ടിച്ചേർന്നു. ബാത്ത് ടബിൽ തൻ്റെ നെഞ്ചത്തേക്ക് അവളെ കിടത്തുമ്പോൾ അവൻ കാലുകൊണ്ട് അവളെ ചേർത്ത് വരിഞ്ഞു മുറുക്കി. അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന വെള്ളത്തുള്ളികളൊക്കെയും ദാഹത്തോടെ അവൻ കുടിച്ചു. ഏറെ നേരത്തെ വിശാലമായ കുളിക്ക് ശേഷം രണ്ടുപേരും ഇറങ്ങിയപ്പോഴേക്കും നേരം സന്ധ്യയാകാൻ തുടങ്ങിയിരുന്നു. ഒരുമിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പരസ്പരം ഡ്രസ്സ് ചെയ്തും മുടി ചീകിയും കളി പറഞ്ഞും അവർ പ്രണയിച്ച് മത്സരിക്കുകയായിരുന്നു. ഒരു നീല ജീൻസും പിങ്ക് കളർ ടോപ്പുമായിരുന്നു അവൾ ധരിച്ചത്. അവനും ഒരു നീല ജീൻസും പിങ്ക് കളർ ഷർട്ടും. ഡ്രസ്സ് എടുത്തപ്പോൾ അവൻ പറഞ്ഞു, നമുക്കിന്ന് ഒരുപോലെയാവാം എന്തേ? അവൾ ചിരിയോടെ സമ്മതം മൂളി. അവളുടെ അഴകളവൾ വ്യക്തമാകുന്ന രീതിയിലുള്ള ആ ഡ്രസ്സ് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. ടോപ്പിൻ്റെ പിങ്ക് നിറം അതേപോലെ തന്നെ മുഖത്തേക്കും പരന്നു. തിരിഞ്ഞു നിന്ന് കണ്ണിൽ മസ്കാര ഇടുകയായിരുന്ന രാഖി പിറകിൽ നിന്ന് ഗിരീഷ് ഇറുക്കി അമർത്തി. എന്തൊരു ചന്തിയടി പെണ്ണെ നിനക്ക്! ഹോ, അയ്യ, ഇത് നേരത്തെ കണ്ടിട്ടില്ലേ? നേരത്തെ ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. ഇല്ലെന്നേ, ശരിക്കും. പറഞ്ഞതും മുടി മാറ്റി അവൻ അവളുടെ പിൻകഴുത്തിൽ മീശയരിച്ചു. ആ. അവളിൽ നിന്നും സുഖമുള്ളൊരു ശബ്ദം വന്നു. ഹോ, ഇങ്ങനൊന്നും ശബ്ദം ഉണ്ടാക്കില്ല എൻ്റെ പൊന്നെ. ഇന്നിപ്പോൾ 2 തവണയായി. വീണ്ടും ഉണർന്നാൽ വിഷയാകുവേ. സ്റ്റാമിന കുറവായിപ്പോൾ തന്നെ. അയ്യടാ, കയ്യിലിരിപ്പ് ഇതൊന്നും അല്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു. തന്നെ തന്നെ നോക്കി നിന്ന് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിച്ചൊരു മുത്തം കൊടുത്തിട്ട് അവൾ പറഞ്ഞു, വാ ഇറങ്ങാം. ഓക്കേ. ഇനി ഇവിടേക്ക് വരണ്ടല്ലോ? ചോദ്യഭാവത്തിൽ അവൾ അവനെ നോക്കി. വേണ്ട, എല്ലാം എടുത്തേക്കാം. രണ്ടുപേരും ഇറങ്ങി റൂം ലോക്ക് ചെയ്തു. റിസപ്ഷനിൽ കീ ഏൽപ്പിച്ച് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. രാഖി ചിരിയോടെ നോക്കി. ആ വിശപ്പല്ലെന്നേ, അത് തൽക്കാലം കുറഞ്ഞു. ഇതിപ്പോൾ ആഹാരം കഴിക്കാനേ. രാഖി പറഞ്ഞു, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. അതിലും വലിയ വിശപ്പ് തീർക്കുമല്ലായിരുന്നോ നമ്മൾ? ഇരുവരും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കാറിനടുത്തെത്തി. ഡോറ് തുറന്ന് കാറിലേക്ക് കയറുന്നതിനിടയിൽ ഗിരീഷ് പറഞ്ഞു, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടോ? ഇപ്പോൾ വേണ്ട, പറയാം. കാറെടുത്തവർ നേരെ പോയത് ഒരു ബേക്കറിയിലേക്കാണ്. ലൈറ്റായിട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി. ജ്യൂസിനൊപ്പം അവളൊരു കട്ട്ലറ്റും കഴിച്ചു. ഗ്ലാസ് വിൻഡോയിലൂടെ നേരം തെറ്റിപ്പെയ്ത മഴയിൽ നനയാതിരിക്കാൻ ഓടുന്ന വഴിയാത്രക്കാരെയും 2 വീലർ യാത്രക്കാരെയും നോക്കി പതിയെയാണ് അവർ കഴിച്ചിറങ്ങിയത്. ഇറങ്ങിയപ്പോഴും മഴ തോർന്നിട്ടുണ്ടായിരുന്നില്ല. കാറിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ഇരുവരും നനഞ്ഞു. കാറിലേക്ക് കയറിയതും അവൾ പറഞ്ഞു, കുറച്ചുകൂടി നനയായിരുന്നു. എന്നിട്ട് വേണം പനിക്കാൻ. ശാസനയോടെ ഗിരീഷ് അവളെ നോക്കി. വണ്ടി നീങ്ങുന്നതിനിടയിൽ അവൾ വീണ്ടും ചിണുങ്ങി. പെണ്ണെ, ചന്തിക്ക് ഞാൻ അടി തരും കേട്ടോ, പറഞ്ഞേക്കാം. ഏട്ടാ പ്ലീസ്, അവൾ കൊഞ്ചി. കുറച്ചകലെ മാറി ആളൊഴിഞ്ഞ മരത്തണലിലേക്ക് അവൻ കാറൊതുക്കി. ഇറങ്ങിക്കോ. ഇനി ആഗ്രഹം നടക്കാതിരിക്കണ്ട. മഴ എങ്ങാനും തോർന്നാൽ പിന്നെ എനിക്ക് സമാധാനം കാണില്ലല്ലോ. അവൾ ചിരിയോടെ ചാടിയിറങ്ങി. അത്യാവശ്യം നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗിരീഷ് കാറിൽ തന്നെ ഇരുന്നു. പകൽ വെളിച്ചം മാഞ്ഞു തുടങ്ങി. അരണ്ട വെളിച്ചത്തിൽ അവൻ കണ്ടു. ഒരുപാട് സന്തോഷത്തോടെ കൈകൾ വിരിച്ച് വെച്ച് ആസ്വദിച്ച് മഴ നനയുന്നു തൻ്റെ പെണ്ണിനെ. അവൻ ഡോർ തുറന്ന് വിളിച്ചു, വാ പെണ്ണേ, മതി, കുറച്ചുകൂടി നേരം പ്ലീസ്. അവൾ വിളിച്ചു പറഞ്ഞു. കയറുന്നേ, മതി, പോകാം. അവൾ മനസ്സിലാ മനസ്സോടെ കയറി. അടുത്തു വന്നിരുന്ന രാഖി ഗിരീഷ് ഒന്ന് നോക്കി. മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട്.
നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം നെറ്റിയിലേക്ക് ഒഴുകുന്നു. മൂക്കിൻ തുമ്പിലും ചുണ്ടിലുമൊക്കെ വെള്ളത്തുള്ളികൾ. അവൻ്റെ മനസ്സൊന്ന് ചൂടായി തുടങ്ങി. പാൻറ്റിനകത്തൊരു വിങ്ങൽ. കൈനീട്ടി അവൻ AC ഓൺ ചെയ്തു. അവൾക്കും തണുക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓഫ് ചെയ്ത അവൻ കൈനീട്ടി അവളുടെ ചുമലിൽ കൈവച്ചു. രാഖി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളെ നേരിടാൻ ശേഷിയില്ലാതെ അവൾ തലകുനിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. വിരലുകൊണ്ട് നനഞ്ഞ തോളിലൂടെ തടവി.